ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ബാൾ ഗൗൺ ചെയ്യാൻ പോവാണ്. നമ്മുടെ സ്ഥിരം കസ്റ്റമറുടെ മോൾക്ക് വേണ്ടി ബാൾ ഗൗൺ ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒന്നും ആലോചിച്ചില്ല, വേഗം ചാടിക്കയറി പറഞ്ഞു ഓക്കെ ഞങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ബാൾ ഗൗൺ ചെയ്തിട്ടില്ല കേട്ടോ. സാധാരണ നോർമൽ ഗൗൺസൊക്കെ ചെയ്തിട്ടുണ്ട്. ബാൾ ഗൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ പണി കൂടുതലാണ്. അതുപോലെ തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ആകെ മൊത്തം കൈവിട്ട് പോവേ, ഒരുപാട് ഫാബ്രിക് നഷ്ടമാകും. അപ്പം നമ്മളിവിടെ ഏറ്റെടുത്തു. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്രേപ്പ് ഫാബ്രിക്കും നെറ്റ് ഫാബ്രിക്, കോട്ടൻ്റെ ഫാബ്രിക്, അതുപോലെ സ്റ്റിഫ് നെറ്റാണ് എടുത്തിരിക്കുന്നത്. അത് ക്രീപ്പ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് സാറ്റിൻ ഫാബ്രിക് കറക്റ്റ് കളർ കിട്ടില്ല. അപ്പം ക്രീപ്പ് ആണെങ്കിലും മതി എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളത് എടുത്തു. അപ്പോൾ നമുക്ക് ടേബിളിന് വീതി കുറവായതുകൊണ്ട് ടൈലയിലിട്ടാണ് വെട്ടുന്നത്. അപ്പം നല്ല രീതിയിൽ ചുളുക്കൊക്കെ മാറ്റിയിട്ട് വെട്ടിയില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഹാങ്ങായി കിടക്കുവേ. അപ്പോൾ നമ്മൾ ആ ക്രീപ്പ് ഫാബ്രിക് വെട്ടി മാറ്റി വെച്ചു. ഇനി അടുത്തത് നമുക്ക് സ്റ്റിഫ് നെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കോട്ടൻ്റെ ലൈനിങ് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ സാരിപ്പാവടയൊക്കെ വെട്ടുന്ന പോലെ തന്നെ ഒരു അംബർല ഷേപ്പിൽ ഇതുപോലെ അങ്ങ് വെട്ടിയെടുക്കുന്നുണ്ട്. 4 പീസസാണ് എടുക്കുന്നത്. 4 പീസസ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ 4 പീസും കൂടെ 2 സ്റ്റിച്ച് വീതം കൊടുത്ത് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോർമൽ മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഇരുന്നിരുന്ന് നടുവിനൊക്കെ പെയിൻ ആയതുകൊണ്ട് ഞാൻ മെഷീനിൻ്റെ എഴുന്നേറ്റ് നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പം കുറേ പണിയൊക്കെയാണ്, എന്നാൽ ഒരു വിധത്തിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്റ്റിഫ് നെറ്റാണ്. സ്റ്റിഫ് നെറ്റ് നല്ലതായിട്ട് മടക്കി എടുത്തിട്ട് ആവശ്യത്തിനുള്ള മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ കോട്ടൺ ഫാബ്രിക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ പ്ലീറ്റ്സ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, സാധാരണ നമ്മൾ പാവാടയ്ക്ക് കൊടുക്കുന്ന പോലെയുള്ള പ്ലീറ്റ്സ് അല്ല കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ബാൾ ഗൗൺ എന്ന് പറയുമ്പം മുകൾ ഭാഗം നന്നായിട്ട് ഒതുങ്ങി താഴേക്ക് നല്ല ഫ്ലെയർ ആയിട്ട് വേണം ഇരിക്കേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് വീതി കൊടുത്ത് നമ്മൾ പ്ലീറ്റ്സ് ഇടാൻ പാടില്ല. ഒരു 4 ഇഞ്ച് വീതിയിൽ പ്ലീറ്റ്സ് മടക്കിയെടുക്കുക. ആ മടക്കിയെടുത്ത് ആ ഒരു ഭാഗം വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്നുകൂടി മടക്കുക. ഒരു പ്ലീറ്റ്സ് 2 തവണ മടക്കിയെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് വീതി തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലീറ്റ്സിൻ്റെ മുകളിൽ കൂടെ 2 സ്റ്റിച്ച് വീതം കൊടുത്ത ശേഷം ആ 1.5 ഇഞ്ച് വീതിയിൽ നിൽക്കുന്ന ആ ബാലൻസ് ഉണ്ടല്ലോ, അതിൻ്റെ മീതെ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തൊന്ന് പതിപ്പിച്ചടിക്കാം. അപ്പോൾ ഇത്ര അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെ ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മുകൾ ഭാഗം നന്നായിട്ട് ഒതുങ്ങി താഴേക്ക് നല്ല ഫ്ലെയറായിട്ട് ഇരിക്കുക. ഈ കൊട്ട പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെയാണല്ലോ ബാൾ ഗൗൺസ് ഇരിക്കുക. അപ്പോൾ നമ്മളത് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെറ്റ് ഫാബ്രിക്കിൽ നമുക്ക് ഫ്രില്ല് കൊടുക്കണമല്ലോ. അപ്പോൾ നെറ്റ് ഫാബ്രിക് നമ്മൾ 2 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ക്രീപ്പ് കട്ട് ചെയ്ത അതേ അളവ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ വേണം നമുക്ക് ഫ്രിൽസ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഓരോ ഫ്രിൽസിനും ചെറിയ ചെറിയ അളവിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും താഴത്തെ ഫ്രില്ലിന് കുറച്ച് നീളം കൂട്ടിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് വരുന്ന എല്ലാ ഫ്രിൽസിനും ഒരേ അളവാണ് കിട്ടും. അപ്പം നമ്മൾ ഇത്രയും ഫിനിഷ് ആക്കിയിട്ടുണ്ട്. സ്റ്റിഫ് നെറ്റ് വെച്ചു, അതിൻ്റെ മീതെ നമുക്ക് ക്രേപ്പ് വെച്ചു, പിന്നെ അതിൻ്റെ മീതെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത നെറ്റും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മീതേക്ക് നമുക്ക് ചെയ്യാനുള്ളത് ഫ്രിൽസ് അടിച്ച് സ്റ്റിച്ച് ചെയ്യുക. അതോടെ പണി തീരുകയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം എടുത്തു എനിക്ക് ഈ ഒരു ഗൗണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ ബാക്കി ഫ്രിൽസും കൂടെ ആ ഒരു നെറ്റിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അവസാനമായിട്ട് ഇതിൻ്റെ ഭംഗി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നവർക്കെല്ലാം അറിയും. അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ബോഡി പാർട്ട് കൂടി അതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്ത് ഫൈനൽ റിസൾട്ട് വാട്സപ്പിൽ ഞാൻ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തു. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ നമ്മുടെ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടുന്ന് 2 ഓർഡേഴ്സ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. സെയിം തന്നെ, ഒരു മാറ്റവും ഇല്ലാതെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് ഓർഡർ തന്ന അടിമാലിയിലുള്ള ഒരു കസ്റ്റമറാണ് കേട്ടോ. അവർക്കുള്ള ഡ്രസ്സുകളെല്ലാം നമ്മൾ ബസ്സേൽ കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ DTDC ആയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് 2ാമത്തെ കസ്റ്റമർക്ക് ഒരെണ്ണം ചെയ്തു. അപ്പോൾ അവരുടെ പെർമിഷനോട് കൂടി നമ്മൾ നമ്മുടെ വീടിനടുത്തുള്ള എൻ്റെ ഒരു മോഡൽ ചെയ്യുന്ന ഒരു കുഞ്ഞുണ്ട്, അവളെ വിളിച്ചിട്ട് അവളെ ഒന്ന് ഇടിപ്പിച്ചു. കറക്റ്റ് മെഷർമെൻറ്റൊക്കെ ആയിരുന്നു. കുഞ്ഞു കൊച്ചായതുകൊണ്ട് അവൾക്ക് അതൊക്കെ മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഡ്രസ്സ് കറക്റ്റായിട്ട് അവൾക്ക് പാകമായി കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞ ആൻറ്റി എനിക്കും ഒരു ഗൗൺ വേണം. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു.
just wanna stay in with you, in with you. 'Cause everyone is so loud. I just want a little bit of peace. ഗൗൺസൊക്കെ വേണമെന്നുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവേ. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.